തിരുവോണം കളറാക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് നാടും നഗരവുമെല്ലാം തിരക്കോട് തിരക്കിലാണ്. ഉത്രാട ദിവസം യഥാർത്ഥത്തിൽ ഒരു പാച്ചിൽ തന്നെയാണ് മലയാളിക്ക്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കാനാണ് മലയാളിയുടെ ഉത്രാട പാച്ചിൽ. സമൃദ്ധിയുടെ ഉത്സവം, സന്തോഷത്തിന്റെ ഉത്സവം, ഒത്തുചേരലിന്റെ ആഘോഷം എല്ലാം പാരമ്യത്തിലെത്തുന്നത് തിരുവോണത്തിന്. അതെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള പാച്ചിലാണ് ഉത്രാടത്തിന്. വിപണികൾക്കും ഉത്സവം. പുത്തനുടുപ്പും പച്ചക്കറികളും പഴങ്ങളും പൂക്കളും പലവ്യഞ്ജനവും എല്ലാം വാങ്ങി അറ നിറയ്ക്കും മലയാളി. എത്രയെല്ലാം ഒരുക്കങ്ങളായാലും ഉത്രാടത്തിന് മലയാളിക്ക് തിരക്കാണ്. അവസാന വട്ടത്തെ കുറവുകൾ നികത്താനുള്ള നെട്ടോട്ടം. അവനവന്റെ കഴിവിനനുസരിച്ച് എല്ലാം വാങ്ങാനുള്ള ഓട്ടത്തിൽ ചെറുകിട കച്ചവടക്കാർ മുതൽ വൻകിടക്കാർക്ക് വരെ കയ്യും മനസ്സും നിറയും. ഓൺലൈനിലും കച്ചവടം തകൃതിയാണെങ്കിലും കടകളിൽ പോയി തിക്കിത്തിരക്കി കണ്ട് തൊട്ടു നോക്കി വാങ്ങുന്നതിന്റെ ത്രില്ലൊന്നും അതിനില്ല. അവസാന നിമിഷവും ഓണക്കോടി എടുക്കാനുള്ള തിരക്കാണ് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ. ഓണസദ്യ ഒരുക്കാനുള്ള പച്ചക്കറി തരം നോക്കി വില നോക്കി വാങ്ങാൻ പച്ചക്കറി കടകളിലും ആളുകൾ കൂട്ടത്തോടെയുണ്ട്. നേന്ത്രപ്പഴവും കായവറവുമില്ലാതെ ഓണം എങ്ങനെ തിരുവോണമാകും? കാണാൻ ചേലുള്ള കുലകൾ മുമ്പേ വിറ്റുപോയിട്ടുണ്ടെങ്കിലും ഉള്ളതിൽ നല്ലത് തിരഞ്ഞു നോക്കി വാങ്ങുന്നവരും കുറവല്ല. ഇനി പൂവിപണിയിലെ കാര്യവും വ്യത്യസ്തമല്ല. തിരുവോണ നാളിൽ പൂക്കളം കാര്യമായ ആർഭാടമാക്കണം. പൂവിന് വില അല്പം കൂടുതലാണെങ്കിലും പൊന്നോണം കെങ്കേമമാക്കാൻ കളർഫുള്ളായ വ്യത്യസ്ത പൂക്കൾ വാങ്ങാനും ആളുകളുണ്ട്. ചുരുക്കത്തിൽ ഉത്രാട ദിനം വൈകും വരെ വിപണിക്ക് ഉറക്കമുണ്ടാകില്ല. ഉത്രാടപ്പാച്ചിൽ അവസാനിക്കുമ്പോൾ മലയാളിക്ക് പൊന്നോണമായി.